ഹായ്, അപ്പോൾ നമ്മൾ വർക്ക് സ്പേസിൽ എത്തിയിട്ടോ. ഇപ്പോൾ പണികളൊക്കെ തുടങ്ങട്ടെ. ഇന്നും ആസ് യൂഷ്വൽ നമ്മളെ പ്രിന്റിംഗ് ഒക്കെ തന്നെയാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്, വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പം ആ പണിയൊക്കെ നോക്കട്ടെ. ഇന്ന് ഒറ്റ ഡിസ്പാച്ചിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം DTDC തന്നെ അയച്ചിട്ട് ഇതാക്കണം. ഇന്നലത്തെ മാതിരി ഇന്ത്യ പോസ്റ്റ് 2 ഡിസ്പാച്ച് ഇല്ലാണ്ട് ഒറ്റയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നലെ പിന്നെ എന്താ വെച്ചാൽ ഫ്രെയിം എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ രണ്ട് ടൈമായിട്ട് ഡിസ്പാച്ച് ചെയ്തത്. ഇന്നപ്പോൾ അങ്ങനെ വേണ്ടി വരില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫ്രെയിം എത്താൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെയും ഡിസ്പാച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തായാലും നോക്കട്ടെ കേട്ടോ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു ചായ കുടിച്ച് വരാൻ വിചാരിച്ച്. ഇവിടെ അടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിച്ച് വരാം. പിന്നെ എനിക്കിന്ന് ഇതാ ഈ ഒരു ടോപ്പ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുക്കാണ്ട്. അത് കുറച്ച് വലുത് മീൻസ് കുറച്ച് ലൂസ്, അതായത് നമ്മൾ ലൂസ് ഫിറ്റ് ആയിട്ട് അങ്ങനെ ഇടാൻ പറ്റിയ സാധനമല്ല, സാധാരണ ആയിട്ട് പക്ഷേ ഭയങ്കര ലൂസ്. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഇതിൻ്റെ ബർത്ത്ഡേക്ക് ഓൻ്റെ ഗിഫ്റ്റായിട്ട് തന്നാ കേട്ടോ. 2 ടീഷർട്ടായിട്ട് തന്നാൽ അതിലത്തെ ഒന്നാണിത്. ഒന്നേ അവർ സ്ഥിരമായിട്ട് ഇടല്. അപ്പം ഇതിൻ്റെ എന്താ വെച്ചാൽ അതൊരു ബനിയൻ ക്ലോത്ത് അല്ല, എന്തായാലും പറയാം, ഇങ്ങനത്തെ ഒരു എലാസ്റ്റിക് ഉള്ള ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിൻ്റെ മെഷീനിൽ ഇത് അടിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജീൻസ് കടിക്കാൻ പറ്റിയൊരു മെഷീൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ആ മെഷീനിൽ ഇത് അടിച്ചാൽ ഓക്കെ ആവും തോന്നുന്നു. അപ്പം അവിടെ കൊടുത്ത് നോക്കാം, എന്നിട്ട് ആക്കാം. അപ്പം ഇത് നോക്കട്ടെ, ഇതൊന്ന് കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ ചായ കുടിച്ച് അവിടെ നിന്ന് ചായ ഹോർലിക്സ് ആണ് കുടിച്ചത്. അപ്പോൾ ഹോർലിക്സ് കുടിച്ച് അവിടെ ഇത് കൊടുത്തിട്ടൊക്കെ വന്നിട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം, കാരണം അത് ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് സ്റ്റിച്ച് പിടിക്കുമോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അല്ലാണ്ടപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ആക്ച്വലി എക്സ്ട്രാ സ്മോൾ ആട്ടോ സൈസ്. പക്ഷെ ചില എക്സ്ട്രാ സ്മോൾ സാധനം വാങ്ങിയാലും അതെനിക്ക് പറ്റൂല, ഭയങ്കര ലൂസായി കിടക്കും. അപ്പം അതേപോലെ തന്നെ ചിലതാണ് എനിക്ക് കുറച്ച് ടൈറ്റായി കിടക്കും. പക്ഷെ ടൈറ്റായി ചിലതാണ് ആ ഒരു സൈസ് അങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാം എക്സ്ട്രാ സ്മോൾ ഞാൻ വാങ്ങിക്കല്, പക്ഷെ എന്താണെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ പരിപാടിയൊക്കെ തുടങ്ങട്ടെ ഇന്നത്തെ. അപ്പോൾ അതാ പ്രിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. കുറച്ചവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇത് രണ്ടും കൂടി ഞാൻ അവിടെ കൊണ്ടുവെക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രിൻറ്റിങ് കഴിഞ്ഞ് പിന്നെ ഓട്ടോ ഇതുവരെ വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ ഉള്ള ഫ്രെയിം വെച്ചിട്ട് പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോ ഇപ്പോൾ വരെയിരിക്കും. ഓട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ഡിസ്പാച്ച് തന്നെ പരിപ്പണി കഴിയും. ഓട്ടോ വന്നിട്ടില്ലെങ്കിലാണ് 2 ഡിസ്പാച്ചായിട്ട് ചെയ്യേണ്ടി വരിക. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ സാറ്റർഡേ ആണ്, അപ്പോൾ നാളെ സൺഡേ ആണ്. അപ്പം നാളെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് തന്നെ മാക്സിമം ഡിസ്പാച്ച് ചെയ്താലാണ് കാര്യം. അപ്പോൾ അതാണ് നോക്കുന്നത്. നോക്കട്ടെ, ഇപ്പോൾ വരെയിരിക്കും ഓട്ടോ. പിന്നെ ഇന്ന് രാവിലെ അത്ര മൂടി കിടക്കുന്ന അങ്ങനെ തോന്നില്ല. പക്ഷെ ഇപ്പോൾ അതാ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും മൂടി കിടക്കാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ, അത് പിന്നെ അതൊരു ശീലമായി. എന്തായാലും നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ പോകുമ്പോൾ മഴ ഉണ്ടാവാഞ്ഞാൽ മതി. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കട്ടെ എന്താ അവസ്ഥ ഒക്കെ. ഇവിടെ പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനമാണ് ഡിസ്പാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഫ്രെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. അതുവരെ ഫ്രെയിം എത്തിയിട്ടില്ല. പിന്നെ മഴ പെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ തെർമോക്കോൾ എന്തായാലും ഓട്ടോയിൽ വിടണം. അപ്പോൾ 10 ഓട്ടോയിൽ വിടണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ബണ്ടിൽ തന്നെ അങ്ങോട്ട് ഓട്ടോയിൽ വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഓട്ടോയിൽ വരുമായിരിക്കും. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കുറച്ചെന്നെ ചിലപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കേണ്ടി വരും. അപ്പം അത് നോക്കാം. ഓട്ടോക്കാർ ഇതുവരെ എത്തിയില്ല. അപ്പം എത്തുമായിരിക്കും. എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ആക്കിയിരിക്കുന്നു. പിന്നെ തെർമോക്കോൾ വന്നാൽ വേഗം പാക്ക് ചെയ്ത് പോകാമല്ലോ. പക്ഷേ ഇപ്പം തന്നെ ഈവനിങ് ആയി, ഇതുവരെ ആരും എത്തിയിട്ടില്ല. നോക്കാം. അപ്പോൾ അതാ ഫ്രെയിമൊക്കെ എത്തിട്ടോ. ഇപ്പം പാക്കിങ് ആയിട്ട്. പക്ഷേ ഇത് വന്നില്ല, തെർമോക്കോൾ വന്നില്ല. അപ്പോൾ നമ്മളെ പാക്കിങ് പരിപാടി കഴിഞ്ഞിട്ടു. അവിടെ ഒരു സെറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെയുണ്ട്. പിന്നെ ഇതൊരു ചെറിയ ഫ്രെയിം ആട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ബേർഡിൻ്റെ നോട്ടും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി വെച്ചിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് തെർമോക്കോൾ കിട്ടിയില്ല കേട്ടോ. കാരണം ഓരോ വിളിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടിയൊന്നും ഇല്ല, അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം തെർമോക്കോൾ കിട്ടാത്തത് കൊണ്ട് നമുക്ക് DTDC അയക്കാൻ പറ്റില്ല. കാരണം സമയമായിപ്പോയി. പിന്നെ DTDC തിരക്കിട്ട് ഇതാക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യാൻ സമയം. അതുകൊണ്ട് പിന്നെ ഇന്ത്യ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റിൽ അയക്കാൻ വിചാരിച്ചു. കുറച്ചുണ്ട്, ഒരു 10 കുറച്ചുണ്ട്, എണ്ണിയില്ല. അപ്പോൾ അത്രയും സാധനം ഒന്നായിട്ട് ഇന്ത്യ പോസ്റ്റിന് അയക്കാൻ വിചാരിച്ച്. ഇനിയിപ്പോൾ പോയിട്ട് തെർമോക്കോൾ എടുത്തുകൊണ്ട് വരണം. പാക്കിങ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ഈ ഒരു സാധനത്തിൽ, ഈ ഒരു ഷെൽഫിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എന്തൊക്കെയോ അടക്കി പെറുക്കി വെക്കുന്നത് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പരിപാടികൾ നോക്കട്ടെ. എന്താ അവിടെ അടിച്ചു വരട്ടെ. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കിനോട് ഉണ്ടാകുന്ന എടുത്തോണ്ടാ അതിലുണ്ട്. ഇതിലെവിടെയോന്ന് ഞാൻ കണ്ടിരിക്കുന്നു. ഇതോ ഇത് പിന്നെന്താ ഇങ്ങളോക്ക്